വിഷയം. എന്നാലും സാറിൻ്റെയൊക്കെ ഒരു ഊഹം വെച്ച് എന്തായിരിക്കും അവർ ഇത്രയും കിലോമീറ്റർ ഒളിച്ചു വന്നിട്ടും ഒരു ആപത്ത് പറ്റാതിരുന്നത്? അതിപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ കഴിയുന്നില്ല. ഞങ്ങളും അങ്ങനെ എല്ലാ അതിശയമായിട്ടാണ് കാണുന്നത്. സർവീസ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം പോയിട്ടും വെള്ളത്തിൽ മലന്ന് കിടന്നതാണല്ലോ. വെള്ളത്തിൽ മലന്ന് കിടന്നത്. സർവീസ് ജീവിതത്തിൽ ആദ്യമായിട്ടാണോ ഇങ്ങനൊരു കേസ് ആയിട്ട് സാറ് കാണുന്നത്? ഇതുപോലെ ഇത്രയും ഒഴുകി പോയിട്ട് കുഴപ്പമില്ലാതെ ഇരിക്കുന്നത് എൻ്റെ സർവീസ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. സാറേ, ഇപ്പോൾ ഇങ്ങനെ ഈ മൃഗങ്ങളൊക്കെ ഈ വീടുകളിലൊക്കെ കിടക്കുന്ന കുഴികൾ നികത്താതിട്ടേക്കുന്നത് കൊണ്ട് അതിനെപ്പറ്റി എന്താണ് സാർ പറയുന്നത്? അല്ല, അത് അവർ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ ഇത് നികത്താതിട്ടേക്കുന്നുണ്ടേ. ഈ പട്ടിയായാലും പിന്നെ ഈ മനുഷ്യർ തന്നെ ചിലപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ ചിലപ്പം പെട്ടെന്ന് പോകാൻ വേണ്ടി ഒരു സൈഡിൽ കൂടെ ഒക്കെ ഇപ്പം വേറെ പുരടത്തിൽ കൂടെ ഒക്കെ നടന്നു ഇരുട്ടായതുകൊണ്ട് അവരറിയത്തില്ല ഈ മൂടി കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകൾ ഞങ്ങൾ പോയിട്ടുണ്ട് മനുഷ്യർ. അത് ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് അറിയത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അതിന് എന്തായാലും നെറ്റ് ഇടുകയോ അല്ലെങ്കിൽ പിന്നെ ആ കിണർ മൂടുകയോ ചെയ്യണം. ഇപ്പോൾ ഇത്രയും അപകടങ്ങൾ ഉണ്ടായിട്ട് വീട്ടുകാരൊക്കെ ഈ ഒരുപാട് പേര് തോട്ടിലും ഒക്കെ തുണി കഴുകാൻ പോയി അപകടത്തിൽപ്പെടുന്നു. അതൊക്കെ നമ്മുടെ ഈ ശ്രദ്ധക്കുറവ് കൊണ്ടല്ലേ? തുണി കഴുകാൻ പോകുന്നത് ശ്രദ്ധക്കുറവ് തന്നെ. കാല് വഴുതി അല്ലെങ്കിൽ വെള്ളം ഇല്ലാന്ന് കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ടേ അവിടോട്ട് ഒന്ന് ഇറങ്ങിയൊക്കെ നിൽക്കുന്നതായിരിക്കും. അപ്പോഴേ അടിയൊഴുക്ക് വരുന്നു. ചിലപ്പോൾ മണ്ണ് അവിടെ ഇത്തിരി മാറി കുഴിയായിട്ട് കിടക്കുകയായിരിക്കും. സ്ത്രീകളൊക്കെ അങ്ങനെ ആയിരിക്കും കൂടുതൽ സംഭവിക്കുന്നത്. പിന്നെ ഈ അല്ലാതെ ഈ ചെറുപ്പക്കാരങ്ങനെയൊക്കെ ചിലപ്പോൾ ഈ കൂട്ടുകാർ ചേർന്ന് കുളിക്കാനും ഒക്കെ വന്ന് ചിലപ്പം പിന്നെ മദ്യമൊക്കെ കഴിച്ചുകൊണ്ട് ചിലപ്പോൾ ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ അറിയത്തില്ല ആഴോടെ ഉണ്ടെന്നുള്ളത്. അതന്നെയല്ലേ ഇപ്പോൾ വെള്ളത്തിൻ്റെ വിരക്ക് എപ്പോഴാണ് കൂടിയും കുറയും ചെയ്യുന്ന അറിയത്തില്ല. അങ്ങനെ കാലാവസ്ഥയാണ്. അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. രാവിലെ ഇവിടെ ഒരു പശു ഒരു കുഴിയിൽ വീണായിരുന്നു. മൂഴിക്കോട് ഭാഗം പശു. അപ്പോൾ ഇവിടെ നിന്നുള്ള നാട്ടുകാർ മറ്റുള്ളവരൊക്കെ ചേർന്നിട്ടാണ് അതിനെ രക്ഷിച്ചത്, എടുത്തത്. അതിൻ്റെ കാലൊക്കെ അത് ഡോക്ടർ പറഞ്ഞ് ഇത് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അതിൻ്റെ കാലിന് ബലം കൊടുത്തേ പറ്റും, അല്ലാതെ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒടുവ് കൂടത്തേ ഉള്ളൂ എന്നാണ് പറഞ്ഞെന്ന്. ഇത്തരത്തിൽ ഈ മൃഗങ്ങൾ ഇത് കുഴിയിലും കിണറ്റിലും ഒക്കെ വീഴും കുറേ അശ്രദ്ധ കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ഈ സംരക്ഷിക്കുന്നത്? അശ്രദ്ധ കൂടുതലും. കാരണം വീട്ടുകാരെ ഒന്നുകിൽ നല്ല ബലമുള്ള ഏതെങ്കിലും കമ്പനി നല്ലോണം കെട്ടി നിർത്തി എത്തിക്കണം. ഇത് പലരും ഈ ഇതിനെ ചിലപ്പോൾ അഴിച്ചുവിടും. അപ്പോൾ ഇതിങ്ങനെ തീറ്റയൊക്കെ കഴിഞ്ഞ് വന്നോളൂന്ന് വിചാരിക്കും. പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ കുഴികളിലൊക്കെ ഈ ഗുണങ്ങൾ അറിയുന്നില്ലല്ലോ. അങ്ങനെ അത് പെട്ടുവന്നതാണ് കൂടുതലും. അതുപോലെ ഈ പറഞ്ഞ കിണറുകൾ അടയ്ക്കാത്തത്, കിണറും കുഴികളും ഒക്കെ ഇവിടെ കുഴികളൊക്കെ ഉണ്ട്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കുഴികളും ഒക്കെ ഉണ്ട്. അത് വയലിൽ ചിലപ്പോൾ തിന്നാൻ വിടും. അത് പൊതയെ കണ്ടുവന്നെങ്കിൽ ചെളിയിൽ താന്നു പോകും. അതാണ് നേരത്തെ പറഞ്ഞ പോലുള്ള കാലൊക്കെ ഒടിഞ്ഞു പോകും. വേറെ ക്ഷീര കർഷകരെല്ലാം വളരെ ശ്രദ്ധിച്ച് ഗോക്കളെ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നല്ലോണം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പഴയ കാലമല്ലല്ലോ. മറ്റ് എപ്പോഴും എവിടെ നോക്കിയാലും നോക്കാനും കാണാനും ഉണ്ട്. ഇപ്പോൾ ആളുമില്ലല്ലോ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഭയങ്കര ജോലികളാവും. രാവിലെ ആ കുഴിയിൽ വീണ പശുവിന് യഥാർത്ഥത്തിൽ പിന്നെ ഇൻഷുറൻസ് ഇല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെന്തെങ്കിലും ഒരു സഹായം അവർ കിട്ടിപ്പോയേനെ. പക്ഷെ അതൊരു കുറവായിരുന്നു. അല്ലേ, ശ്രദ്ധിക്കാതിരുന്നതല്ലേ? നിസ്സാരപ്പെട്ട ഒരു കാശ് കൊടുത്തിട്ട് ഇൻഷുർ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞത്. ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ ഇൻഷുറൻസ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരും ഇത്ര ഈ അപകടം മുന്നിൽ കാണുന്നില്ല, ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അങ്ങ് പോകും. ഉണ്ടായ ശേഷമാണ് പിന്നെ ആലോചിക്കുന്നത് ചെയ്യേണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നു. ഓക്കെ, സാറിൻ്റെ പേര്? സന്തോഷ് കുമാർ, കൊട്ടാരക്കര. വണ്ടി തിരിച്ചിങ്ങനെ പറയാമോ? തിരിച്ച് നമ്മൾ കയറുന്ന ചേച്ചി അവിടെ ഇങ്ങോട്ട് ഇറങ്ങി. കയറുന്ന നേരെ ഓപ്പോസിറ്റ്